ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ രാജിവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ജെ സഖ്യം ഉപേക്ഷിച്ച് ഹരിയാനയിൽ BJP ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കും. അച്യുതൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ഖട്ടാർ രാജിവെക്കുന്നു. ബാക്കി എന്തൊക്കെ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്? വേണു, അല്പം മുൻപാണ് ഹരിയാനയുടെ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ രാജ്ഭവനിൽ എത്തി ഗവർണർക്ക് ഈ രാജി കൈമാറിയിരിക്കുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു നീക്കമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. അദ്ദേഹം കർണാലിൽ നിന്ന് മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നിലവിലിപ്പോൾ ഹരിയാനയിൽ ചണ്ഡീഗഡിൽ പ്രതിസന്ധി പരിഹരിക്കാനായി പ്രത്യേകിച്ച് ഈ BJP JJP സഖ്യം അതൊരു തകർച്ചയുടെ വക്കിൽ തുടരുന്ന ഘട്ടത്തിൽ കേന്ദ്ര മന്ത്രിയായിട്ടുള്ള അർജുൻ മുണ്ടയും BJP ജനറൽ സെക്രട്ടറി തരുൺ ചുങ്കും ചണ്ഡീഗഡിൽ തുടരുന്നുണ്ട്. അല്പം കഴിയുമ്പോൾ ഈ BJP MLA-മാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കൂടിയാണ് ആ യോഗം ചേരുക. നയാബ് സൈനിയോ സഞ്ജയ് ഭട്ടിയോ മുഖ്യമന്ത്രി ആയേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. മറുവശത്ത് BJP JJP സഖ്യത്തിലെ തകർച്ച, അതിൻ്റെ ഭിന്നത അതിരൂക്ഷമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ BJP ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ കൂടി നടത്തുകയാണ്. കാരണം സ്വതന്ത്ര MLA-മാരെ ഒപ്പം നിർത്തി സർക്കാർ രൂപീകരിക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. ഒപ്പം JJP ഈ സഖ്യം ഉപേക്ഷിച്ച് പിന്മാറും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് അതിനായി ചില നീക്കങ്ങൾ കൂടി അവിടെ നടത്തുന്നുണ്ട്. നേരത്തെ BJPയുടെ നേതാവ് കോൺഗ്രസിൽ ചേർന്നിരുന്നു. നിലവിൽ JJPക്ക് 10ഓളം സീറ്റുകളാണ് ഹരിയാനയിലുള്ളത്, കോൺഗ്രസിന് 30ഓളം സീറ്റുകളും. അങ്ങനെയെങ്കിൽ ഇരുവരെയും ഒന്നിച്ചു നിർത്തി സ്വതന്ത്രയുടെ സഹായത്തോടു കൂടി കോൺഗ്രസിനും സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും അതെല്ലാം സംബന്ധിച്ച് പ്രതിസന്ധി സംബന്ധിച്ച ചില അവലോകനങ്ങൾ നടത്തുവാൻ കൂടിയാണ് കേന്ദ്രമന്ത്രിയായിട്ടുള്ള അർജുൻ മുണ്ടയും BJPയുടെ ജനറൽ സെക്രട്ടറിയും ഇപ്പോൾ ഹരിയാനയിൽ തുടരുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഹരിയാന കേന്ദ്രീകരിച്ച് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.